ഞാൻ സ്മിത. അപ്പോൾ നമ്മുടെ പാചകത്തിലേക്ക് പോയാലോ? വായോട്ടാ. ഇന്ന് ഞാനുണ്ടല്ലോ സേമിയ പായസമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓണസദ്യ വെച്ചപ്പോൾ ഞാനതിൽ ഗോതമ്പ് പായസമായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതൊക്കെ ഉണ്ടാക്കാൻ കുറച്ചും കൂടി ബുദ്ധിമുട്ടുണ്ട്. കാരണം നമുക്ക് നാളികേരം ചെരുക്കണം, പാലെടുക്കണം, അങ്ങനെയൊക്കെയുണ്ട്. പക്ഷേ നേരെ മറിച്ച് സേമിയ പായസം ഉണ്ടാക്കാൻ നമുക്ക് കണ്ണടച്ച് തുറക്കണ വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കാരണം നമ്മൾ പശുമ്പാലാണ് ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് ഇതാ തീ കത്തിച്ച് നമ്മുടെ ഉരുളി അടുപ്പത്ത് തരാം കേട്ടോ. നമ്മളിതാ ഉരുളി അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ഈ ഉരുളി ഒന്ന് ചൂടാവട്ടെ കേട്ടോ. ഉരുളി ഇതാ ചൂടായി വന്നു. അതിലേക്ക് നോക്കി നമുക്കൊരു ടീസ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നെയ്യൊന്ന് ഉരുക്കി വരട്ടെ. നെയ്യൊക്കെ ഇതാ ഉരുക്കി വന്നു. അതിലേക്ക് നോക്കി നമ്മൾ കുറച്ച് കശുവണ്ടി പരിപ്പാണ് ഇതാ ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ ആവട്ടെ കേട്ടോ. ചെറുതായിട്ടൊരു ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമ്മളിതാ ഉണക്കമുന്തിരി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉണക്കമുന്തിരി ഇതാ ഒന്ന് വീർത്ത് വരും കേട്ടോ. അപ്പോൾ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഉണക്കമുന്തിരിക്ക് ഇതാ ഇതേപോലെ വീർത്ത് തുടങ്ങി. അപ്പോൾ നമ്മളിതാ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇതേ നെയ്യിൽ തന്നെ നമുക്കുണ്ടല്ലോ സേമിയ വറുത്തെടുക്കണം. അപ്പോൾ ഇതിൽ നമുക്ക് സേമിയ മേടിക്കുമ്പോൾ റോസ്റ്റ് ചെയ്ത സേമിയയും കിട്ടും, റോസ്റ്റ് ചെയ്യാത്ത സേമിയയും കിട്ടും കേട്ടോ. അപ്പോൾ എനിക്ക് ഈ പ്രാവശ്യം കിട്ടിയത് റോസ്റ്റ് ചെയ്ത സേമിയാണ്. എങ്കിലും നമ്മൾ നെയ്യിലൊന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കാം. നെയ്യിലൊന്ന് ഇത് റോസ്റ്റിൻ്റെ കാരണം കുറേ സമയം ഇടണ്ട. ഒന്ന് നെയ്യിൽ നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതി നമുക്ക്. സേമിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്തിട്ടുള്ള സേമിയ 250 ഗ്രാമാണ്. അപ്പോൾ 250 ഗ്രാം സേമിയയിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള പാലെന്ന് പറയുന്നത് 1 ലിറ്റർ പശുമ്പാലും അര ലിറ്റർ പച്ചവെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കുറേശ്ശെ പാലായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അര ലിറ്റർ പാലൊഴിച്ചു. കൂടെ തന്നെ നമുക്ക് അതിലേക്ക് ഒരു അര ലിറ്റർ പച്ചവെള്ളം കൂടി ഞാനിതാ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് എപ്പോഴും ഇളക്കിക്കൊണ്ടേയിരിക്കണം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ. കാരണം എന്താണെന്നറിയോ, ഇതിൽ പാട കെട്ടാൻ പാടില്ല നമ്മുടെ ഈ പാലിൽ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ള പാലെന്ന് പറയുന്നത് തിളപ്പിച്ചിട്ടുള്ള പാലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നേരിട്ട് നമുക്ക് പച്ചപ്പാൽ ഉപയോഗിക്കാം കേട്ടോ. നല്ല പാലാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ നേരിട്ട് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ പെട്ടെന്ന് നെയ്യിലേക്ക് ഒഴിക്കുമ്പോഴേ പിരിഞ്ഞ് പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ നല്ല തിളപ്പിച്ച നല്ല പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ. നമ്മൾ പാലൊക്കെ ഒഴിച്ചിതാ തിളച്ച് വന്ന് തുടങ്ങി കേട്ടോ. കണ്ടോ, ഇതേപോലെ തിള തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ള സേമിയ എന്ന് പറയുന്നത് 1 കപ്പായിരുന്നു. അതേ സെയിം അളവിലാണ് നമ്മൾ പഞ്ചസാര ഉപയോഗിക്കണേ. പിന്നെ മധുരയ്ക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടി കുറച്ചൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കത് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഈ പായസത്തിൽ ചെറുതായിട്ടൊരു കറുത്ത കുത്ത് പോലെ കാണുന്നുണ്ടാവും. അതായത് നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തെടുത്ത് അതേ നെയ്യിലല്ലേ ഇത് വറുത്തത്. അപ്പോൾ അതിൻ്റെ ചെറിയ പൊടിയുടെ ആ ഒരു കളറാണ് കേട്ടോ ആ കറുപ്പ് കളറിൽ കാണുന്നത്. പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് ചേർന്ന് വീണ്ടും തള തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കതിലേക്ക് കുറച്ചും കൂടി പാലൊഴിച്ച് കൊടുത്തു. ഒപ്പം തന്നെ നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ. നമുക്ക് ഈ നെയ്യൊക്കെ എല്ലായിടത്തേക്കും ആവേണ്ട രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇളക്കി ഇരിക്കണം കേട്ടോ. അതിന് വീണ്ടും പറയുകയാണ്, കാരണം നമ്മുടെ പശുമ്പാലാണ്. പാട കെട്ടി കഴിഞ്ഞാൽ അത് നമ്മൾ പായസം കുടിക്കുമ്പോൾ അതിങ്ങനെ ഒരു ടേസ്റ്റ് ഇല്ലാണ്ട് വായിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് പശുമ്പാൽ ഉപയോഗിച്ച് പായസം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ ഇളക്കണയിൽ ഭയങ്കര പ്രാധാന്യമുണ്ട് കേട്ടോ. പാലൊഴിച്ചിട്ട് വീണ്ടും ഇതേപോലെ തിളച്ച് വന്ന് തുടങ്ങി. അപ്പോൾ നമ്മളിതാ ബാക്കിയുള്ള പാലും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഞാനൊന്ന് കയ്യിൽ മാറ്റിയിട്ട് ഇനി ചട്ടക എടുക്കട്ടെ. വീണ്ടും നമുക്ക് ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നോക്കിയാൽ നമ്മുടെ ലാസ്റ്റ് പാലൊക്കെ ഒഴിച്ച്
ഇതേപോലെ ആയി വന്നിട്ടുണ്ട് കണ്ടോ. ഈ ഒരു അളവിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് അതിലേക്ക് ഏലക്കായ പൊടിയാണ് നമ്മളിതാ ചേർത്ത് കൊടുക്കണേ. 1 ടീസ്പൂൺ ഏലക്കായ പൊടി കേട്ടോ നമ്മൾ ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. പൊടിക്ക് ഒന്ന് എല്ലായിടത്തേക്ക് ആവേണ്ട പോലെ ഏലക്കായ പൊടിയൊക്കെ ഇട്ടിട്ട് നോക്കിയേ, നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു അളവിൽ നമ്മൾ ഇറക്കണം കേട്ടോ. എന്താണെങ്കിൽ ഇത് ഇരുന്ന് വീണ്ടും ചൂടാറി വരുമ്പോൾ കട്ടയാവും. അപ്പോൾ നമ്മളിതാ ഗ്യാസ് ഓഫ് ചെയ്യാണ്. നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മളിതാ വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഉണക്കമുദ്രയും അതേപോലെ കശുവണ്ടി പരിപ്പുണ്ടല്ലോ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ചട്ട ഒന്നും കൂടെ ഇറക്കി വയ്ക്കട്ടെ. കണ്ടോ, ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ എളുപ്പത്തിൽ. ഇപ്പോൾ നമുക്ക് ഓണക്കല്ല വരുന്നേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു പായസം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പറ്റുന്ന ഒരു പായസമാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മളിതാ സേമിയ പായസം റെഡി. ഇനിയിപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഷായിട്ടിനെ വിളിക്കട്ടെ കേട്ടോ. നല്ല ചൂടുണ്ട്, എന്നാലും ഞാൻ ഒഴിച്ചു. അപ്പോൾ ക്ലാസ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഒഴിച്ചതാ ഷായിട്ടോ. പായസം ഇഷ്ടമാണ്. ഊത് ഊത്. നമ്മളിതേപോലെ ആക്കി വരുമ്പോൾ നമ്മുടെ സേമിയയുടെ വേവൊക്കെ റെഡിയാണ് കേട്ടോ. കൂടുതൽ സേമിയ എന്തായാലും രസം ഉണ്ടാവില്ല. ചൂടുണ്ട്. അടിപൊളി. അപ്പോൾ ഈ ഓണത്തിന് നോക്കിയാൽ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ പായസമായിട്ടത്. ആകെ നിസ്സാര സമയം ശരിക്കും. അത്ര രുചിയിൽ ഉണ്ടാക്കുകയും ചെയ്യാം. ഈ പറഞ്ഞ മാതിരി എന്നാ ശരിക്കും. അപ്പോൾ എല്ലാവരും ഓണത്തിന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ പായസമാണ് കേട്ടത്. അപ്പോൾ നിർത്തല്ലേ നമുക്ക്. അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട്.